ഡവ്സ് ടി വി സീരീസ് വിശദമായി കയറിമുറിച്ച് പരിശോധിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ 2 ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാർഡ്സിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഡവ്സ് എന്ന് ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു ക്വാണ്ടം സിസ്റ്റം ഫ്യൂച്ചർ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇതുവരെ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ മാത്രമേ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം എന്ത് എന്ന് സിസ്റ്റം കാണിച്ചു തരുന്നില്ല. അതിനർത്ഥം ഈ ലോകത്തിന് കാര്യമായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ലോകാവസാനമാകുമോ? ഇതുവരെ നമ്മുടെ ഫോറസ്റ്റും കേറ്റിയും ഒക്കെ കണ്ടിട്ടുള്ള ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഇവർക്ക് കാണാൻ പറ്റുന്ന ഫ്യൂച്ചറിൽ ഡവ്സിലേക്ക് നമ്മുടെ കഥാനായിക ലില്ലി എത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലില്ലി അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഇതിനിടെയാണ് കെൻഡൺ അങ്ങോട്ട് കയറി ചെല്ലുന്നതും ജേമിയെ കൊന്നുകളയുന്നതും പിന്നീട് പീറ്റ് വന്ന് കെൻഡനെ കൊല്ലുന്നതുമൊക്കെ. ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന പീറ്റ് പോലും ഒരു ചാരനായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതോടെ തനിക്ക് ചുറ്റുമുള്ളതെല്ലാം ഫേക്ക് ആണെന്ന് തോന്നിപ്പോവാണ് അവൾക്ക്. അവൾക്ക് വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ജേമിയെ നോക്കി കുറേ നേരം വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ശേഷം കെൻഡന്റെ ഗണ്ണ് കയ്യിലെടുത്തു. പാസ്പോർട്ടും എടുത്ത് ഈ രാജ്യം വിട്ടു പോയേക്കാൻ പീറ്റ് പറഞ്ഞിരുന്നെങ്കിലും ഇവളിപ്പോൾ അത് കേൾക്കുന്നില്ല. നേരെ ഡവ്സിലേക്ക് പോവാണ്. ഡവ്സ് പ്രെഡിക്റ്റ് ചെയ്ത ഫ്യൂച്ചർ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ മാറ്റിമറിക്കാൻ നോക്കിയാലും സാഹചര്യങ്ങൾ ഇവരെയൊക്കെ ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡവ്സിലെത്തിയ ലില്ലിയെ ആദ്യം കാണുന്ന സ്റ്റുവാർഡ്, ഞാൻ ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ലല്ലോ, ഇവിടെ ആദ്യമാണല്ലേ? ഈ സ്ഥലം അത്ര നന്നായിരിക്കില്ല, ഈ സ്ഥലം ആർക്കും അത്ര നന്നായിരിക്കില്ല, തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്. ലില്ലി, ഇവിടെ എന്താണുള്ളത്, അകത്തെന്താണ് എന്ന് ചോദിക്കുമ്പോൾ സകലതും അകത്തുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. ലില്ലി ഇപ്പം ആകെ ഒരുമാതിരി കൺഫ്യൂസ് ആണ്. അവൾക്ക് തിരികെ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം പറയുമ്പോൾ എന്നാൽ നീ അകത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് സ്റ്റുവാർഡ് ഓപ്പൺ ചെയ്തു കൊടുത്തു. എത്രമാത്രം അഡ്വാൻസ്ഡ് ടെക് ആണ് ഇവർ യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് ലില്ലി തിരിച്ചറിയുന്നത്. പൂർണ്ണമായും EM-ൽ പ്രവർത്തിക്കുന്ന ഒരു പാത്വേ. അന്ന് ആദ്യമായി സെർഗി ഇവിടെ വന്ന ദിവസം ഇതെല്ലാം കണ്ട് അവൻ അമ്പരപ്പെട്ടു പോയ പോലെ നമ്മുടെ ഹീറോയിനും ഇപ്പോൾ ഇതെല്ലാം കണ്ട് നേരെ അകത്തിയെന്നു. ഇന്നേരം പുറത്തു നിൽക്കുന്ന സ്റ്റുവാർഡ് WB യേറ്റ്സിന്റെ ദ സെക്കൻഡ് കമ്മിങ് എന്ന കവിതയുടെ കുറച്ച് ഭാഗങ്ങൾ ചൊല്ലുന്നുണ്ട്. മനുഷ്യന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾ പിന്നീട് അവന്റെ പതനത്തിന് തന്നെ കാരണമാകുന്നത് എങ്ങനെയെന്നൊരർത്ഥത്തിലാണ് ആൾ ആ കവിത ചൊല്ലുന്നത്. ദ ഫാൽക്കൺ കനോട്ട് ഹിയർ ദ ഫാൽക്കണർ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിലൂടെ ഈ ഒരു കഥയിൽ നമ്മുടെ ഡവ് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്ത ഫോറസ്റ്റിന് പോലും ഇപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്, എന്നാൽ ഒരാളുടെ സ്വാർത്ഥ താല്പര്യം ഇതിനെല്ലാം തകിടം മറിച്ചു കളഞ്ഞു. എല്ലാത്തിൻ്റെയും അവസാനത്തിലേക്ക്, എല്ലാത്തിൻ്റെയും നാശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കവിത ഈ കഥയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അകത്തി എന്ന ലില്ലിയെ ഫോറസ്റ്റ് വെൽക്കം ചെയ്തു. ഇവൾക്കാവട്ടെ ഇപ്പോൾ ഈ സംഭവിക്കുന്നതൊന്നും ഇവളുടെ ചോയ്സ് പ്രകാരമല്ല, എങ്ങനെയൊക്കെയോ ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളൊരു മട്ടിലാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്നാണ് പറയുന്നത്. എനിക്കറിയാം ലില്ലി, നീ ഇതേ വാക്കുകൾ പറയുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഞാൻ അതിന് മറുപടി പറയുന്നതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മൊമെന്റിൽ ഓൾറെഡി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ കേട്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ മൊമെന്റ് തനിയെ സംഭവിക്കുകയാണ്. ഞാനിതെല്ലാം ഓൾറെഡി കണ്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു റിപ്പീറ്റേഷനും എൻ്റെ മനസ്സിൽ തോന്നാതെ ഇപ്പം സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കേണ്ട പോലെ സംഭവിക്കുന്നു. പുള്ളി ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ഇവിടെ ആർക്കും ഫ്രീ വിൽ ഒന്നുമില്ല, ഓൾറെഡി എല്ലാം എഴുതപ്പെട്ടതാണ്. ഫ്രീ വിൽ ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് പോലും സ്ക്രിപ്റ്റഡ് ആണ്. വാട്ടെവർ, ചിന്തിക്കാൻ പോയാൽ ചിന്ത ഉടനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് അമ്മായിയുടെ കുറച്ച് വിഷ്വൽസ് ആണ്. ഇതാണോ ഡവ്സ്? ഇങ്ങനെ കുറെ ഫിലിം കാണാൻ വേണ്ടിയാണോ ഡവ്സ് ക്രിയേറ്റ് ചെയ്തത് എന്ന് നമ്മുടെ ഹീറോയിൻ ചോദിച്ചപ്പോൾ ഇത് വെറും ഒരു ഫിലിം അല്ല ലില്ലി, ഇതൊരു ടോട്ടൽ സിമുലേഷൻ ആണ്. എൻ്റെ മകൾ ഈ ലോകത്ത് ജീവിച്ചിരുന്ന പോലെ ആ സിസ്റ്റത്തിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഈ ലോകത്തുള്ള എല്ലാത്തിനെ പറ്റിയുമുള്ള പ്രോപ്പർ ഇൻഫോർമേഷൻ, ഡാറ്റ സെറ്റ് അവിടെയുമുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള സകലതിനെ പറ്റിയും ഈ ലോകം തന്നെയാണ് ആ കാണുന്നത്. ആ സിമുലേഷനുള്ളിൽ നമ്മളെ പോലെ അവളും ജീവിക്കുവാണ്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഇനി അടുത്തായിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇദ്ദേഹം ഓൾറെഡി കണ്ടിട്ടുണ്ട്. കെൻഡൺ ജാമിയെ കൊന്നുകളയാൻ ഉപയോഗിച്ച ആ തോക്കുമായിട്ടാണ് ലില്ലി ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഇദ്ദേഹം ഓൾറെഡി ഇവളോട് പറയുന്നുണ്ട്. അതിന് മറുപടിയായി ലില്ലി, ഓ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, ഈ സിസ്റ്റം എല്ലാം കാണിച്ചു തന്നല്ലേ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ മാത്രം. നമ്മുടെ ലില്ലി ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്തോ ഒരു കാര്യം ആ സിസ്റ്റത്തെ ട്രിഗർ ചെയ്യുന്നത് കൊണ്ടാണ് ആ സിസ്റ്റം ആ ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ വരെ മാത്രം കാണിക്കുന്നത്, അതിനപ്പുറത്തേക്കൊന്നും കാണിക്കാത്തത് എന്നാണ് പറയുന്നത്. അതായത് ഇവൾ ഇനി ഇവിടെ വരുത്താൻ പോകുന്ന മാറ്റം അത് ലോകത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്തേക്കാമെന്ന്. ലില്ലി ക്യൂരിയസ് ആയി, എന്താണ് ഇനിയിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവളിവിടെ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നതെന്ന് അറിയണമല്ലോ. അത് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഫോറസ്റ്റും ആ ഒരു കാര്യങ്ങളെല്ലാം ഫ്യൂച്ചർ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഡവ്സിലെ പ്രൊജക്ഷൻ റൂമിന് പുറത്ത് കയറ്റി വെയിറ്റ് ചെയ്യാണ്. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ഫോറസ്റ്റിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ലില്ലി അദ്ദേഹത്തെ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു. ഈ കാഴ്ച കണ്ട് കേറ്റിക്ക് വിഷമമാവുന്നുണ്ട്. ആ രീതിയിൽ അവൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും തനിക്കിപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നിപ്പോവാണെന്ന് അവൾ പറയുന്നുണ്ട്. ലില്ലി ഫോറസ്റ്റിനെ ഗണ്ണ് പോയിന്റ് ചെയ്ത് തന്നെ EM-ൽ പ്രവർത്തിക്കുന്ന ആ ഒരു ലിഫ്റ്റ്, ലെവിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു. കേറ്റിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, പുള്ളിക്കാരി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഫോറസ്റ്റും ലില്ലിയും അതിനകത്ത് കയറി. ഫോറസ്റ്റുകളോട് തന്നെ ഇത് എങ്ങോട്ടാണ് ഇവൾ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സെർഗിയുടെ ശരീരം ഇട്ട് കത്തിച്ചെടുത്തേക്ക്, അതായത് ഇദ്ദേഹത്തിന്റെ മകളുടെ വലിയ ആ സ്റ്റാച്യു ഉള്ള അങ്ങോട്ട് പോവാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അവനെ കൊന്ന പോലെ എന്നെ അവിടെ കൊല്ലാനാണ് ഉദ്ദേശം. എന്താ ലില്ലി, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ഞാനൊരു മഷിഹായല്ലേ, മരണപ്പെട്ട മഷിഹായിക്ക് എന്താ സംഭവിക്കാന്ന് അറിയില്ലേ നിനക്ക്, ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞ് ഇവളെ വാശി പിടിപ്പിച്ചു. ആ ദേഷ്യത്തിൽ നമ്മുടെ ലില്ലി അയാളെ അതിനകത്ത് വെച്ച് ലിഫ്റ്റ് വെച്ച് ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. EMൽ വർക്ക് ചെയ്യുന്ന ഈ സിസ്റ്റത്തിൽ വെച്ച് വെടിവെച്ചു. ഗ്ലാസ് പൊട്ടി. മാഗ്നറ്റിക് ഫീൽഡ് അൺസ്റ്റേബിളായി ലിഫ്റ്റ് നേരെ താഴെ വീണ് അതിലെ ചില്ലുകളെല്ലാം പൊട്ടിച്ചിതറി രണ്ടാളുടെയും ശരീരത്തിൽ കുത്തിക്കയറി. ഫോറസ്റ്റ് ഇവളുടെ വെടി കൊണ്ട് ഓൾറെഡി മരണപ്പെട്ടു. ലില്ലി അവിടെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാൻ അവൾക്കും സാധിച്ചില്ല. അതിൽ കിടന്ന് അവളും മരണപ്പെടുവാണ്. ഇത്രയുമാണ് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഡെവ്സ് കാണിച്ചു തരുന്ന ഫ്യൂച്ചർ. ഇതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു എന്നത് കാണിച്ചു തരുന്നില്ല. അതിന്റെ പ്രൊഡിക്ഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ എന്ത് മാറ്റമാണ് ലില്ലി വരുത്തിയത്? അവൾ ഫോറസ്റ്റിനെ കൊല്ലുന്നു, അവളും മരണപ്പെടുന്നു. ഇതിനു മുമ്പും പല മരണങ്ങളും കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ സിസ്റ്റം ഇവിടെ മാത്രം എന്തുകൊണ്ട് സ്റ്റക്കായി പോകുന്നു? മേ ബി ഇവരിപ്പോൾ കണ്ടതല്ലാതെ മറ്റെന്തോ എവിടെയോ നടക്കുന്നുണ്ട്. അതായിരിക്കാം ഈ സിസ്റ്റം ഇങ്ങനെ സ്റ്റക്കായി പോകാനുള്ള കാരണം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് എന്തുകൊണ്ടാണ് ഇവനെ ഷൂട്ട് ചെയ്തത്, ഷൂട്ട് ചെയ്യാൻ ഇവൾക്ക് തോന്നിയതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് സെർഗിക്ക് വേണ്ടിയല്ല, ജേമിക്ക് വേണ്ടിയാണ് എന്നാണ് അവളുടെ മറുപടി. ഇന്നിപ്പോൾ അവൾ ജേമിയെ മനസ്സിലാക്കുന്നു. ജേമി ആയിരുന്നു അവളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. പക്ഷേ ഒരുപാട് വൈകിപ്പോയി. എല്ലാ റിലേഷനിലും വഴക്കാവുന്നതും പ്രശ്നങ്ങളാവുന്നതും ഒക്കെ നോർമലാണ്. അന്നേ അത് സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ജേമിയോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു. അങ്ങനെയല്ലേ? ഇവൾക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ കിട്ടത്തില്ലായിരുന്നോ? അങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. അങ്ങനെയല്ല. ഈ ലോകത്തിലെല്ലാം ഓൾറെഡി ഫിക്സഡ് ആണ്. സംഭവിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഫോറസ്റ്റ് നമ്മുടെ ലില്ലിയോട് ഇവിടെ വെച്ചൊരു സീക്രട്ട് പറയുന്നുണ്ട്. ഈ ഡെവ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയല്ല. ഇതിലെ വി റോമൻ ആണ്, അതായത് അതൊരു യു ആണ്. ഡിയൂസ് എന്നാണ് ഈ പ്രൊജക്ടിന്റെ ആക്ച്വൽ നെയിം. അതിന്റെ അർത്ഥമോ ദൈവം എന്ന്. വ്യക്തമാണല്ലോ. ഈ ഒരു പ്രൊജക്ടിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള പേര് അത് തന്നെയാണ്. അധികം താമസിച്ചില്ല, സമയമായി. ലില്ലി ഫോറസ്റ്റിന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. ഇരുവരും പുറത്തിറങ്ങി. ഓൾറെഡി ഇവർ രണ്ടാളും പ്രൊജക്ഷനിൽ കണ്ട പോലെയുള്ള സംഭവങ്ങൾ അതേപോലെ റിപ്പീറ്റ് ആവുന്നു. കേറ്റിയെ ഫോഴ്സ് ചെയ്ത് ലിഫ്റ്റ് ഓപ്പൺ ചെയ്യിക്കുന്നു. രണ്ടാളും അകത്ത് കയറുന്നു. ലിഫ്റ്റിന്റെ ഡോർ ക്ലോസ് ആവുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഹീറോയിൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് പുറത്തേക്ക് ഇട്ടു. ഫോറസ്റ്റും കേറ്റിയും ഞെട്ടിപ്പോയി. ഇതെന്ത് ഇവള് കാണിച്ചേ? പ്രെഡിക്റ്റഡ് ഫ്യൂച്ചർ അല്ല ഇത്. തന്റെ ഒരു ആക്ഷൻ കൊണ്ട് സിസ്റ്റത്തിന്റെ പ്രഡിക്ഷന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ നമ്മുടെ ഹീറോയിന് സാധിച്ചെന്ന്. ഇങ്ങനെയാവുമ്പോൾ ലില്ലി അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലത്തില്ല, ലിഫ്റ്റ് തകരത്തില്ല, രണ്ടാളും ജീവനോടെ ഉണ്ടാവും. പ്രഡിക്റ്റ് ചെയ്തതല്ലാതെ മറ്റൊരു തരത്തിലേക്കാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഡിയൂസിന് ഒരു പോയിന്റിനപ്പുറത്തേക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ലില്ലിയുടെ തീരുമാനം മാറ്റിയതോടെ മുന്നോട്ടുള്ള ഭാവി മുഴുവൻ ചേഞ്ച് ആവുമല്ലേ? എന്ത് പറ്റി ഫോറസ്റ്റ്? നിങ്ങൾ മസിഹ ആണെന്നല്ലേ പറഞ്ഞത്? അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. മസിഹ അല്ല, കള്ളപ്രവാചകരാണ് നീയൊക്കെ എന്ന് നമ്മുടെ ഹീറോയിൻ പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പ് അപ്പുറത്ത് നിന്ന് സ്റ്റുവാർഡ് പണി ഒപ്പിച്ചു. ഇവള് ഫോറസ്റ്റിനെ ഷൂട്ട് ചെയ്ത് ഗ്ലാസ് തകർന്ന് സിസ്റ്റം ഫെയിൽ ആവേണ്ടതിന് പകരം ഇവള് ഗണ്ണ് വലിച്ചെറിഞ്ഞതുകൊണ്ട് അയാൾ അപ്പുറത്ത് നിന്ന് സിസ്റ്റം മാനുവലി ഡ്രോപ്പ് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആയതോടെ സിസ്റ്റം നേരെ താഴെ വീണ് പൊട്ടിച്ചിതറി രണ്ടാളും മരണപ്പെടുന്നു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രഡിക്റ്റഡ് ഫ്യൂച്ചർ തന്നെ സംഭവിച്ചല്ലോ. രണ്ടുപേരും മരിച്ചല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് കേറ്റി സ്റ്റുവാർഡിനോട് ചോദിച്ചപ്പോൾ ആരെങ്കിലും ഇത് തടഞ്ഞു നിർത്തിയേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇതെല്ലാം ഇങ്ങനെ തന്നെ തുടർന്നാൽ വലിയ വലിയ ദുരന്തങ്ങളുണ്ടാവും, വലിയ വലിയ ആപത്തുകളുണ്ടാവും. പിന്നെ ഇതെല്ലാം പ്രീഡിറ്റർമൈൻഡ് ആണല്ലോ, ഓൾറെഡി ഫിക്സഡ് ആണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ മാറിപ്പോവാണ്. ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തെ ഫോറസ്റ്റ് ഉപയോഗിച്ച രീതി ശരിയല്ല എന്ന് ആൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ആൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം എത്രമാത്രം അപകടം പിടിച്ചതാണ്, മോശം ആളുകളുടെ കയ്യിലാണെങ്കിൽ ഇതെല്ലാം എത്രമാത്രം ദോഷം ചെയ്യുമെന്ന് വ്യക്തമായി ആൾ മനസ്സിലാക്കിയിരുന്നു. സോ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുത്തു. ഇനി ഫോറസ്റ്റ് കാരണം ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവണ്ടാന്ന് തീരുമാനിച്ച് ഫോറസ്റ്റിനെയും കൊന്നു. പാവം അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ ലില്ലിയും മരണപ്പെട്ടു. ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഫോറസ്റ്റിനെ ഈ ഒരു സിസ്റ്റത്തിനുള്ളിലാണ് കാണുന്നത്. പുറത്തുനിന്ന് നമ്മുടെ കേറ്റി അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഇവരുടെ ഈ സിസ്റ്റം ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ മാത്രമുള്ള ഫ്യൂച്ചർ കാണിച്ചു തന്നതിന് കാരണം ലില്ലി ആ പ്രഡിക്റ്റഡ് ഫ്യൂച്ചറിൽ കണ്ട പോലെ അല്ലാതെ മാറി പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഡെവ്സ് അഥവാ ഡിയൂസ് ഇതൊരു ഗോഡാണെന്ന് സങ്കല്പിച്ചാൽ ഗോഡ് കാണിച്ചു കൊടുത്ത വഴിയല്ലാതെ മറ്റൊരു വഴി അവൾ ചൂസ് ചെയ്തു. അനുസരണക്കേട് കാണിച്ചു. ഇപ്പം നമ്മുടെ ഫോറസ്റ്റ് ഇതിനുള്ളിലാണ്. സിസ്റ്റത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മകളും ഈ ലോകം മുഴുവനും ഇതുവരെയുള്ള സകല ഡാറ്റാസും ഉണ്ട്. എന്നാൽ സിസ്റ്റം എഫിഷ്യൻ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ലിൻഡന്റെ പ്രിൻസിപ്പിൾ, അതായത് മെനി വേൾഡ്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്താണ്. ഇനി മുന്നോട്ട് ഫോറസ്റ്റ് ആ ഒരു ലോകത്ത് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകളുടെയും കൂടെ ആ ഒരു ലോകത്ത് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റിയാലിറ്റികൾ അടങ്ങുന്ന യൂണിവേഴ്സിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സിമുലേഷന്റെ ഭാഗമായി നിരന്തരമായി ഈ സിസ്റ്റത്തിനുള്ളിൽ ഈ സിമുലേഷനുള്ളിൽ ജീവിക്കേണ്ടി വരും. ആൾ തന്റെ മകളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് കേറ്റിക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളും സങ്കടവും ഒക്കെ ഇവൾ നേരിട്ട് കണ്ടതല്ലേ. കേറ്റി സിസ്റ്റത്തിൽ എന്തോ ചെയ്യുന്നു. ഫോറസ്റ്റ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നു. അദ്ദേഹത്തിന്റെ മകളെയും ഒരു നിമിഷം കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ലില്ലിയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ അവളുടെ വീട്ടിൽ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ സെർഗി. കൊല്ലപ്പെട്ട ഇവനെങ്ങനെ ഇവിടെ? ഒരല്പം സമയമെടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് ഇവള് ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്ന പോലെയാണ്. നമ്മുടെ കഥ തുടങ്ങിയ പോയിന്റില്ലേ, സെർഗി അവന്റെ പ്രൊജക്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്ന ആ ദിവസത്തിലേക്ക് ഇവർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓൾറെഡി താൻ ജീവിച്ച സംഭവങ്ങളൊക്കെ വീണ്ടും നടക്കുന്നു. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ആശങ്കയുണ്ടെങ്കിലും ലില്ലിയും അതിനൊപ്പം മുന്നോട്ട് പോയി. ഓഫീസിലെത്തി പ്രൊജക്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവന്റെ ഫോണിലുള്ള സുഡോക്കു ഗെയിമിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഉടനെ അവൻ വിഷയം മാറ്റി. അതൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു സുഡോക്കു ആണ് എന്ന് പറഞ്ഞവൻ മാറിപ്പോയെന്നേ. സത്യം തുറന്നു പറയാനൊരു അവസരം കൊടുത്തതാണ്, അവനത് ഉപയോഗിച്ചില്ല. ലില്ലി
ലില്ലി അവിടുന്ന് മാറി നേരെ DS ഉള്ള അങ്ങോട്ട് ചെല്ലുവാണ്. ഇപ്പോൾ അവിടെ ആ വലിയ സിസ്റ്റമോ അതിന്റെ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. ഫോറസ്റ്റും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇവളെ കണ്ടതും ഫോറസ്റ്റ് ഇവളുടെ അടുത്ത് വന്ന് ഇവരിപ്പോൾ DS-നുള്ളിലാണ്, ഈ സിസ്റ്റത്തിനുള്ളിലാണ്, ഇതൊരു സിമുലേഷൻ വേൾഡ് ആണോ ഉള്ള കാര്യം ഇവർക്ക് രണ്ടാൾക്ക് മാത്രമേ അറിയുള്ളൂ, ബാക്കി ആർക്കും അറിയില്ല. ഏത് പോയിന്റ് വരെ ഇവരുടെ ലൈഫ് ഓക്കെ ആയിരുന്നു ആ ഒരു പോയിന്റിൽ നിന്ന് ഇവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റു, റിസറക്ട് ചെയ്തു എന്ന് പറയാണ്. മുമ്പ് ജീവിച്ചത് റിയൽ ലോകം, ഇത് റിയൽ അല്ലാത്ത ലോകം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അവിടെയുള്ളതെല്ലാം ഇവിടെയുണ്ട്, അവിടെയുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട്, അവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും വർക്ക് ചെയ്യും. എന്നാൽ ഈ ലോകം എവറസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ലോകങ്ങളുണ്ട്. ഈ ഫോറസ്റ്റും ലില്ലിയും സേഫ് ആയിട്ടുള്ള ഒരു ലോകത്താണ് എത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവരെ പോലെ ഇവരുടെ മറ്റ് വേർഷൻസ് മറ്റ് പല ലോകങ്ങളിലും എത്തിയിട്ടുണ്ട്. ഹാർഡായിട്ടുള്ള, മോശമായിട്ടുള്ള, ഒരുപക്ഷെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഈ ഒരു പെർട്ടിക്കുലർ വേർഷന് ഇവിടെ നല്ലതായിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ട്. ഇതെല്ലാം ഫിക്സഡ് ആണ്, ക്രിയേറ്റഡ് ആണ് എന്നൊന്നും ചിന്തിക്കേണ്ട. നീ എന്താണോ ചെയ്തിരുന്നത് അത് തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക. നിനക്ക് തോന്നുന്നത് എന്താണോ, നിന്റെ തീരുമാനങ്ങൾ എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് ഫോറസ്റ്റ് പറഞ്ഞു കൊടുത്തു. ഇവിടെ സിമുലേഷനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തിരുന്ന് റിയൽ വേൾഡിലിരുന്ന് നമ്മുടെ കേറ്റി കാണുന്നുണ്ട്. സിമുലേഷനുള്ളിലാണെങ്കിലും റിയൽ വേൾഡിലാണെങ്കിലും എല്ലാം ഐഡന്റിക്കലാണ്. ഇത് തന്നെയാണ് അത് തന്നെയാണ് ഇത്, ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെയും സംശയം തോന്നും, കേറ്റിയൊക്കെ ജീവിക്കുന്ന ഈ ലോകം ഇത് റിയൽ വേൾഡ് അല്ലെങ്കിലോ, ഇത് മറ്റാരെങ്കിലും ക്രിയേറ്റ് ചെയ്ത സിമുലേഷൻ ആണെങ്കിലോ? അങ്ങനെയും ആവാലോ. ഇപ്പം നമ്മുടെ കാര്യം കൺസിഡർ ചെയ്യും. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഇന്നും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ, ഉത്തരങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ മനുഷ്യവർഗം തുടങ്ങി അവസാനിച്ചതുവരെ നമ്മളെല്ലാം ചത്തൊടുങ്ങി മനുഷ്യവർഗം തന്നെ പൂർണ്ണമായും ഇല്ലാതായാലും പ്രപഞ്ചം ഇവിടെ തന്നെ കാണും. അന്നും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയുണ്ടാവും. നമുക്ക് ഇന്റലിജൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നറിയാം എന്ന് കരുതി കാലാകാലങ്ങളോളം നമുക്ക് അങ്ങനെ അങ്ങ് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റണമെന്നില്ല. പ്രപഞ്ചത്തെ പറ്റി ഒട്ടനവധി കൺസെപ്റ്റുകളുണ്ട്. ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതാണോ, തനിയെ ഉണ്ടായി വന്നതാണോ, അതോ എവർ എക്സിസ്റ്റിംഗ് ആണോ? സമയവും സ്പേസും ഇല്ലാത്ത അവസ്ഥകളെ പറ്റി പോലും നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രപഞ്ചം എവർ എക്സിസ്റ്റിംഗ് ആയിരിക്കാം, തുടക്കവും ഒടുക്കവും വേണ്ടാത്ത ഒന്നായിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന പോലെയോ മെട്രിക്സിലൊക്കെ കാണിക്കുന്ന പോലെയോ ആരെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു സിമുലേഷനും ആവാം. ഇവിടെ ഇപ്പോൾ കേറ്റി ആ സിമുലേഷന്, അതായത് നമ്മുടെ ഫോറസ്റ്റും ലില്ലിയും ഒക്കെ ജീവിക്കുന്ന ആ സിമുലേഷന് കാവൽക്കാരിയായിട്ട് എന്നേക്കും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാൾ ഇതിങ്ങനെ നിലനിർത്തി പോകാനായിട്ട് അവളുടെ കൂടെയുള്ള ഒരാളുടെ സഹായവും കേറ്റി ചോദിക്കുന്നത് കാണാം. ഇതെല്ലാം പറയുമ്പോൾ കേറ്റിയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഫോറസ്റ്റിന് അദ്ദേഹം ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടിയല്ലോ. ഇവൾ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇവൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് നേടിക്കൊടുത്തു എന്നുള്ള സമാധാനമുണ്ട്. സിമുലേഷനുള്ളിൽ നമ്മുടെ ലില്ലി തന്നോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെച്ച് തൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സെർഗിയുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിച്ച് ഇവളെ ഒത്തിരി സ്നേഹിക്കുന്ന ജേമിയുടെ അടുത്ത് പോയി അവനെ കെട്ടിപ്പിടിക്കുന്നത് കാണിച്ചാണ് സീരീസ് അവസാനിക്കുന്നത്. എല്ലാവർക്കും സീരീസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളൊരു അലക്സ് ഗാർലാൻഡ് ഫാൻ ആണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മൂവീസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പുതിയതായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻ റിച്ച് ആയിട്ടുള്ള സിനിമകളും സീരീസുകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് കരുതി ഇതിൽ പറഞ്ഞ എല്ലാം ഒറിജിനലാണ്, റിയൽ ആണ് എന്നല്ല. ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന മിനിവേഴ്സ് ഇന്റർപ്രിട്ടേഷൻ ഉദ്ദേശിക്കുന്നത് മറ്റു പല ലോകങ്ങളുണ്ട്, നമ്മളെപ്പോലെ മറ്റു പല വേർഷൻസ് ഉണ്ട്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. സൂപ്പർ പൊസിഷൻ പോലെയുള്ള ചില അവസ്ഥകളെ വിവരിക്കാൻ അവിടെ കാൽക്കുലേഷൻസിനും മറ്റുമൊക്കെ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്, ഒരു മാത്തമാറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്, അല്ലാതെ റിയൽ ആണെന്നുള്ളതിന് നമുക്ക് തെളിവില്ല. പലരും കാലബി മാനിഫോൾഡും ഒക്കെ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് അങ്ങനെ ലോകങ്ങളുണ്ട്, ആ ലോകത്തിലെ എൻ്റെ വേർഷൻ പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെ ഒന്നും ആണെന്ന് വിചാരിച്ചേക്കില്ല. അതൊന്നും റിയൽ ആണെന്നുള്ളതിന് നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വ്യക്തമായി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഐഡിയ ഇല്ലെങ്കിലും സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. സാധനം വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനവും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഡിമെൻഷൻസും അവിടെ ജീവിക്കുന്ന നമ്മളെക്കാൾ ഹയർ ഡിമെൻഷൻ ജീവികളും അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ പറയുന്നുണ്ടല്ലോ. അതൊക്കെ മനസ്സിലാക്കേണ്ട രീതിയിൽ, ഫിക്ഷണലായിട്ടല്ല സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാം. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ റിച്ച് ആയിട്ടുള്ള കണ്ടന്റുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ. ടേക്ക് കെയർ.